അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ 5 അധ്യായങ്ങളിലായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ആ 5 അധ്യായങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 45 കൂടിയുള്ള 15 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തും തുടർന്ന് ഭാഷാഗാനമായി പാടിയും തുടർന്ന് പ്രഭാഷണ രൂപത്തിലും അനുസ്മരിക്കുന്നത്. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പാരായണം ആരംഭിക്കുന്നു. പ്രദക്ഷിണ നമസ്കാരാൻ കൃത്വാന്തേ സ്തുതിമാചരേൽ കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി. സംസാരസാഗരേ മഗ്നം മാമുദ്ധര കൃപാമയേ. ബ്രഹ്മവിഷ്ണുശിവാരാധ്യേ പ്രസീദ ജഗദംബികേ. മനോഭിലഷിതം ദേവീ വരം ദേഹി നമോസ്തുതേ. ഇതി സംപ്രാർത്ഥ്യ ശൃണുയാൽ കഥം നിയതമാനസ. വക്താരം ചാപി സംപൂജ്യ വ്യാസബുദ്ധ്യാ തദാത്മവാൻ. മാല്യാലങ്കാരവസ്ത്രാദ്യൈ സംഭൂഷ്യ പ്രാർത്ഥയേ ച തം. സർവശാസ്ത്രേതിഹാസജ്ഞ വ്യാസരൂപ നമോസ്തുതേ. കഥാചന്ദ്രോദയേനാന്തസ്തമ സ്തോമം നിരാകുരു. തദഗ്രേ തു നവാഹാന്തം കർത്തവ്യാ നിയമാസ്തദാ. വിപ്രാദീനുപവേശ്യാദൗ സംപൂജ്യോപവിശേൽ സ്വയം. ശ്രോതവ്യം സാവധാനേന
ചതുർവർഗഫലാപ്തയേ ഗൃഹപുത്രകളത്രാപ്തധനചിന്താമപാസ്യ ച സൂര്യോദയം സമാരഭ്യ കിഞ്ചിൽ സൂര്യേവശേഷിതേ മുഹൂർത്തമാത്രം വിശ്രമ്യ മധ്യാഹ്നേ വാചയേൽ സുധീ മലമൂത്രജയായൈഷാം ലഘുഭോജനമിഷ്യത്തെ ഹവിഷ്യാന്നം വരം ഭോജ്യം സകൃദേവ കഥാർത്ഥിനാ അഥവാ സ്യാൽ ഫലാഹാരി പയോഭുഗ്വാഘൃതാശന യഥാ സ്യാന്ന കഥാ വിഘ്നസ്തഥാ കാര്യം വിചക്ഷണൈ കഥാശ്രവണനിഷ്ഠാനാം വക്ഷ്യാമി നിയമം ദ്വിജാം ബ്രഹ്മവിഷ്ണുമഹേശാനാം മധ്യേ യേ ഭേദ ദർശിന ദേവീ ഭക്തിവിഹീനായേ പാഖണ്ഡാ ഹിംസകാഖലാ വിപ്രദ്രുഹോ നാസ്തികായേ നതേ യോഗ്യാ കഥാശ്രവേ ബ്രഹ്മസ്വഹരണേ ലുബ്ധാ പരദാരധനേഷു ച ദേവസ്വഹരണേ തേഷാം നാധികാര കഥാശ്രവേ ബ്രഹ്മചാരീ തു ഭൂഷായി സത്യവക്താ ജിതേന്ദ്രിയ കഥാ സമാപ്തോ ഭുഞ്ജീത പത്രാവല്യാം യഥാത്മവാൻ വൃന്ദാകം ച കളിന്ദം ച തൈലം ച ദ്വിദലം മധു ദഗ്ധമന്നം പര്യുഷിതം ഭാവദുഷ്ടം ത്യജേദ്വ്രതി ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 31 മുതൽ 45 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്തതെന്ന് നേരത്തെ. ഇനി അത് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. തുടർന്ന് പ്രഭാഷണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രദക്ഷിണം ചെയ്തിടേണം, നമസ്കാരം നടത്തേണം, പ്രത്യേകമായി ഈശ്വരിയെ സ്തുതിച്ചിടേണം. കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി, കനിയണേ എന്നിങ്ങനെ നാമം ജപിച്ചും സംസാര സമുദ്രം തന്നിൽ മുങ്ങിടുന്ന അടിയനെ സമുദ്ധരിച്ചിടവേണം കൃപാനിധിയേ. സതീശനും രമേശനും അതുപോലെ നാൻമുഖനും സമാരാധ്യയായ ദേവി പ്രസാദിക്കണേ. മനസ്സിലായി ആഗ്രഹമുള്ളതാകുന്ന വരങ്ങളെ മഹേശ്വരി തന്നിടണേ നമസ്കാരങ്ങൾ. മനസ്സിലായി ആഗ്രഹമുള്ളതാകുന്ന വരങ്ങളെ മഹേശ്വരി തന്നിടണേ നമസ്കാരങ്ങൾ.
മന്ത്രജപത്തോടീ വിധം പ്രാർത്ഥിക്കണമേകാഗ്രമാം മനസ്സോടെ വേണ്ടവണ്ണം കഥ കേൾക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസപീഠത്തിനു മുന്നിൽ ഇരിക്കുന്ന വക്താവിനെ വ്യാസനായി കണ്ടു തന്നെ നമിച്ചിടണം. വസ്ത്രങ്ങൾ, മാല്യങ്ങൾ, പിന്നെ അലങ്കാരാദികളാലും വന്ദിക്കണം. ഇത്തരത്തിൽ പ്രാർത്ഥിച്ചിടണം. സർവശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും അറിയുന്ന സർവജ്ഞനാം വ്യാസരൂപ നമസ്കാരങ്ങൾ. സവിസ്തരം അങ്ങു ചൊല്ലും കഥാരൂപമായ ചന്ദ്രൻ സർവാന്ധകാരങ്ങളെയും അകറ്റിടണേ. അനന്തരം നിയമങ്ങൾ യഥാവിധി പാലിക്കണം. ആദ്യ ദിനമെന്ന പോലെ മാറ്റങ്ങളില്ല. ആദ്യമായി അന്തണരെ ആസനസ്ഥരാക്കിയിടണം. ആരാധിച്ച ശേഷം ആസനസ്ഥരാകണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വീട്, മക്കൾ, ഭാര്യാധനം ഇത്യാദിയാം ചിന്തകളെ വെടിയേണം. ദേവി തന്നിൽ ചിത്തം ചേർക്കേണം. വിവിധമാം 4 വിധ പുരുഷാർത്ഥ പ്രാപ്തിയേവം വന്നിടുവാൻ ശ്രദ്ധയോടെ കഥ കേൾക്കണം. സൂര്യൻ ഉദിച്ചിടും നേരം യജ്ഞം ആരംഭിച്ചിടേണം. സൂര്യാസ്തമയത്തിൻ മുമ്പായി സമർപ്പിക്കണം. മധ്യാഹ്നത്തിൽ മുഹൂർത്ത സമയം മാത്രം വിശ്രമിക്കാം. മറ്റു സമയം മുഴുവൻ വായിച്ചിടേണം. മലമൂത്ര വിസർജനം കൂടെ കൂടെ ഇല്ലാതാവാൻ മിതമായ ഭക്ഷണമേ കഴിച്ചിടാവൂ. മധ്യാഹ്നത്തിൽ മാത്രം അവിസുണ്ണുന്നതു നല്ലതത്രേ. മധുരമായി കഥ കേൾക്കാനിതു സൗകര്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുമല്ലെങ്കിലോ പിന്നെ പഴം, പാല്, നെയ്യെന്നിവ അത്യാവശ്യം സ്വീകരിക്കാം. കേൾക്കുന്നുവെങ്കിൽ മഹാദേവി തൻ്റെ കഥ മുടങ്ങാതെ ഇരിക്കുവാൻ മതിയുള്ളോർ ഭക്ഷണം ക്രമീകരിക്കണം. അല്ലയോ വിപ്രരെ, കഥാശ്രവണത്തിൽ നിഷ്ഠയുള്ളോർ അവശ്യം പാലിച്ചിടേണ്ട നിയമം ചൊല്ലാം. അദ്രിപതി ശിവനെയും ബ്രഹ്മവിഷ്ണു ഭാവത്തെയും അദ്വൈതമായി കാണുവാൻ കഴിയാത്തവരും അമ്മയായ ദേവി തന്നിൽ ഭക്തിയൊട്ടുമില്ലാത്തോരും ആഗമാദിശാസ്ത്രങ്ങളെ എതിർക്കുന്നോരും അന്ധണ വിരോധികളും ദുഷ്ടന്മാരും നാസ്തികരും
അമ്മയുടെ കഥ കേൾക്കാൻ യോഗ്യന്മാരല്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്പലങ്ങളുടെ സ്വത്ത് അന്തണരുടേതാം സ്വത്ത്, അതുപോലെ പരദാരം പരധനങ്ങൾ അപഹരിച്ചിടുന്നതിൽ തൽപരരായിട്ടുള്ളോരും അമ്മയുടെ കഥ കേൾക്കാൻ യോഗ്യന്മാരല്ല. തീർത്തും ബ്രഹ്മചാരിയായി ഇരിക്കണം, അതുപോലെ തറയിലെ കിടക്കാവൂ സത്യമോദണം. തടുക്കേണം ഇന്ദ്രിയത്തെ, മനോനിയന്ത്രണം വേണം. തത്വം കേട്ടു കഴിഞ്ഞാലോ ഇലയിലുണ്ണ. വഴുതിനിങ്ങ താനിക്ക എണ്ണയും പരിപ്പും തേനും, വറുത്തതേ കരിഞ്ഞതോ ആയ അന്നവും. വറുത്തതോ കരിഞ്ഞതോ ആയ അന്നവും. വളിച്ചതാം ഭക്ഷണങ്ങൾ മനസ്സുഖം നൽകാത്തത്, വർജിക്കണം കഥാശ്രവണ വ്രതസ്ഥൻ താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു, കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ, കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം, കണ്ണീരുമാഞ്ഞിടണം. കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദമാം സമ്പത്തും ഐശ്വര്യവും. കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ, സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു. വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ 5 അധ്യായങ്ങളിലൂടെ പറഞ്ഞു. ആ 5-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ
ശ്ലോകം മുതൽ 45 കൂടിയുള്ള 15 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. സാധാരണ രീതിയിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ അക്ഷരപൂജ അമ്മയുടെ പ്രസാദമായി ഭക്തജനങ്ങൾക്ക് കർണരസായനമായി എത്താറുണ്ട്. ഇന്ന് അത് സാധിച്ചില്ല. അതിന് കാരണം ഇന്ന് പൊന്നുഗുരുവായൂരപ്പൻ്റെയും ജഗദംബികയായ ചോറ്റാനിക്കരമ്മയുടെയും മേൽശാന്തി സ്ഥാനം 4 തവണ അലങ്കരിക്കുക എന്ന അത്യപൂർവ ഭാഗ്യം സിദ്ധിച്ച ഞങ്ങളുടെ അച്ഛൻ മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിവസം കൂടിയായിരുന്നു ഇന്ന് ശ്രാദ്ധത്തിൻ്റെ ചടങ്ങുകളോടൊപ്പം പൊന്നുഗുരുവായൂരപ്പന് സപരിവാരം പൂജ വിവിധങ്ങളായ നൈവേദ്യങ്ങളോടുകൂടി സമർപ്പിക്കാൻ ഭഗവാൻ അവസരം തന്നു. ആ പൂജ നിർവഹിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി സ്ഥാനം 6 തവണ അലങ്കരിക്കാനുള്ള അത്യപൂർവ ഭാഗ്യം 3 തവണ നറുക്കെടുപ്പിന് മുമ്പും 3 തവണ നറുക്കെടുപ്പ് എന്ന രീതി തുടങ്ങിയതിന് ശേഷവും അങ്ങനെ 6 തവണ ആ ഭാഗ്യം സിദ്ധിച്ച യശശരീരനായ ചേക്കൂർ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ മകനും എന്നെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠതുല്യനുമായ ഗുരുവായൂരപ്പൻ്റെ മുൻ മേൽശാന്തി കൂടിയായ ബ്രഹ്മശ്രീ ചേക്കൂർ ദേവദാസ് ഭട്ടതിരിപ്പാടാണ് പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് അച്ഛൻ്റെ സ്മരണയോടുകൂടി കൃഷ്ണസ്മൃതി പുരസ്കാരം ദക്ഷിണയായി സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യവും ഭഗവാൻ തന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ അക്ഷരപൂജ കുറച്ച് വൈകിയത്. സർവം ഭവൽപ്രേരണൈവ ഭൂമൻ എന്ന മേൽപ്പത്തൂരിൻ്റെ നാരായണീയ വാണികളെ ഓർത്തുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ആ കാരുണ്യസ്വരൂപൻ നമ്മളെ എന്നെന്നും അനുഗ്രഹിക്കട്ടെ എന്ന അദമ്യമായ ആഗ്രഹത്തോടുകൂടി ഇന്ന് 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എങ്ങനെയാണ് നവാഹ യജ്ഞം, ദേവീഭാഗവത യജ്ഞം നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ആ വിധിയാണ്, അതിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ബ്രാഹ്മണരെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ കൊണ്ട് നവാർണ മന്ത്രം ജപിപ്പിക്കുക, സപ്തശതി സ്തവം ചൊല്ലിക്കുക, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ പ്രദക്ഷിണ നമസ്കാരാൻ കൃത്വാന്തേ സ്തുതിമാചരേൽ, പ്രദക്ഷിണം നമസ്കാരം എന്നിവയൊക്കെ ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ സ്തുതിക്കണം ഭഗവതിയെ. സ്തുതിക്കാനുള്ള 4 പ്രധാനപ്പെട്ട നാമങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാത്യായനി, മഹാമായേ, ഭവാനി, ഭുവനേശ്വരി. ഈ 4 നാമങ്ങൾ, ഈ മന്ത്രങ്ങൾ ജപിച്ച് പിന്നെന്ത് വേണം? സംസാര സാഗരേമഗ്നം മാമുദ്ധര കൃപാമയേ ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീദ ജഗദംബികെ. സംസാര സാഗരത്തിൽ മുങ്ങിയിരിക്കുന്ന എന്നെ മാം ഉദ്ധര, എന്നെ ഉദ്ധരിക്കണേ ഹേ കൃപാമയി. അതേപോലെ തന്നെ ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ആരാധിക്കുന്ന ഹേ ജഗദംബികെ പ്രസീദ, എന്നിൽ പ്രസാദിക്കണേ. മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ ഇതി സംപ്രാർത്ഥ്യ ശൃണുയാൽ കഥാം നിയതമാനസ. നിയതമാനസനായി ഏകാഗ്രമനസ്സോടുകൂടിയിരുന്ന് ശൃണുയാൽ കഥാം, കഥ കേൾക്കണം. ദേവിയോട് എന്താ പ്രാർത്ഥിക്കണത്? മനോഭിലഷിതം ദേവി ദേഹി വരം ദേഹി എന്നാണ്. മനസ്സിന് ആഗ്രഹമുള്ള വരത്തെ അമ്മേ തരണേ, അമ്മയ്ക്ക് നമസ്കാരങ്ങൾ. ഇതി സംപ്രാർത്ഥ്യ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നല്ല പോലെ ഏകാഗ്രമനസ്സോടുകൂടിയിരുന്ന് കഥ കേൾക്കണം. വക്താരം ചാപി സംപൂജ്യ, പിന്നെ വക്താവിനെ പൂജിക്കണം. വ്യാസബുദ്ധ്യാ തദാത്മവാൻ, വ്യാസനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കണം. മാല്യങ്ങൾ, അലങ്കാരങ്ങൾ, വസ്ത്രം, ഇതുകളെ കൊണ്ടൊക്കെ
അദ്ദേഹത്തെ അലങ്കരിക്കണം. പിന്നെ അദ്ദേഹത്തോടും പ്രാർത്ഥയേച്ചതം, അദ്ദേഹത്തെയും പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? സർവശാസ്ത്രേതിഹാസജ്ഞ വ്യാസരൂപ നമോസ്തു തേ കഥാചന്ദ്രോദയേനാന്തസ്തമ സ്തോമം നിരാകുരു. ഹേ സർവശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ അറിയുന്ന വ്യാസ രൂപത്തിലിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരങ്ങൾ. അങ്ങയുടെ കഥയാകുന്ന ചന്ദ്രൻ ഉദിക്കുന്നതോടുകൂടി എൻ്റെ മനസ്സിലെ അന്ധകാരം മുഴുവൻ ഇല്ലാതെയാവണേ, അന്ധകാര കൂട്ടത്തെ ഇല്ലാതെയാക്കണേ, നിരാകുരു. തദഗ്രേ തു നവാഹാന്തം കർത്തവ്യ നിയമാസ്തദാ വിപ്രാദീനുപവേശ്യാദൗ സംപൂജ്യോപവിശേൽ സ്വയം. അതിനുശേഷം ആദ്യത്തെ ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞു. ആ നിയമങ്ങൾ തന്നെ 9 ദിവസവും നവാഹാന്തം 9 ദിവസം കഴിയുന്നത് വരെ പൂർണ്ണമായും അനുസരിക്കണം, ആചരിക്കണം. ആദ്യം എന്ത് വേണം? ബ്രാഹ്മണരെ ഇരുത്തി പൂജിച്ചിട്ടേ സ്വയം ഇരിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ബ്രാഹ്മണ പൂജ ചെയ്യണം. ബ്രാഹ്മണൻ എന്നുള്ളത് കേവലം ഒരു ജാതിയല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. സജ്ജനങ്ങളെ വേണ്ട പോലെ പൂജിച്ച് അവരെ ആദരിച്ചിട്ട് വേണം നമ്മൾ കഥ കേൾക്കാനിരിക്കാൻ. ശ്രോതവ്യം സാവധാനേന ചതുർവർഗഫലാപ്തയേ. 4 തരത്തിലുള്ള ചിന്തകളെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളെ ഉപേക്ഷിക്കണം. വീട്, ഗൃഹപുത്ര, കളത്രാപ്ത ധനചിന്താമപാസ്യച. വീട്, പുത്രൻ, ഭാര്യ, ധനം. എന്നിട്ടോ ആ ചിന്തകൾ വെടിഞ്ഞ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾക്കായി ചതുർവർഗ ഫലപ്രാപ്തയെ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനു വേണ്ടി സാവധാനേന ശ്രോതവ്യം, ശ്രദ്ധയോടുകൂടി കേൾക്കണം കഥ. സൂര്യോദയം സമാരഭ്യ കിഞ്ചിൽ സൂര്യേവശേഷിതേ മുഹൂർത്തമാത്രം വിശ്രമ്യ മധ്യാഹ്നേ വാചയേൽ സുധി. സൂര്യോദയം മുതൽ ഏതാണ്ട് അസ്തമിക്കുന്നത് വരെ, അല്ലെങ്കിൽ സൂര്യാസ്തമയം വരെ, മധ്യാഹ്നത്തിൽ ഒരു മുഹൂർത്ത സമയം മാത്രം വിശ്രമിച്ച ശേഷം, ഒരു മുഹൂർത്തം ഏകദേശം 3/4 മണിക്കൂർ. അപ്പോൾ അത്രയും സമയം വിശ്രമിച്ച് ബാക്കി സമയം മുഴുവൻ എന്തു വേണം? വാചയേൽ സുധി. നല്ല ബുദ്ധിയുള്ള ആളുകൾ എന്തു വേണം? ഈ സമയത്ത് ശ്രദ്ധയോടുകൂടി, നല്ല ബുദ്ധിയോടുകൂടി ഇതിനെ വായിക്കണം. മലമൂത്രജയായേഷാം ലഘുഭോജനമിഷ്യത്തെ ഹവിഷ്യാന്നം വരം ഭോജ്യം സകൃദേവ കഥാർത്ഥിന. ഈ മലമൂത്രത്തെ ജയിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മലമൂത്രം നടത്തേണ്ടി വരും. അതിന് കാരണമാണ് അധികമായ ഭക്ഷണം. അതുകൊണ്ട് ലഘുഭോജനമിഷ്യത്തെ, ലഘുഭോജനം, വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ധാരാളം കഴിക്കരുത്. അമിതാഹാരവും പാടില്ല, അല്പാഹാരവും പാടില്ല. കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവൻ സകൃദേവ കഥാർത്ഥിന എന്തു ചെയ്യണം? ഒരു നേരം മാത്രം. ഹവിഷ്യാന്നം വരം ഭോജ്യം. ഹവിസ് ഉണ്ണുന്നതാണ് നല്ലത്, ചോറ് ഉണ്ണുന്നത് ഉച്ചയ്ക്ക് മാത്രമാണ് നല്ലത് എന്ന് കാണിക്കുന്നു. ഇനി അഥവാസ്യാൽ, അല്ലെങ്കിലോ ഫലാഹാരി പയോഭുഗ്വാഘൃതാശന. പഴങ്ങൾ, പയസ് അല്ലെങ്കിൽ ആ പാല്, ഘൃതാശന നെയ്യ് കഴിക്കുക, ഇതൊക്കെ ആവാം. കഥാശ്രവണം മുടങ്ങാതിരിക്കണം. ബുദ്ധിയുള്ള ആളുകൾ എന്തു വേണം? ഭക്ഷണത്തെ ക്രമീകരിക്കണം. യഥാസ്യാന്ന കഥാവിഘ്നസ്തഥാ കാര്യം വിചക്ഷണ. ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, പ്രധാനം എന്താണ്? കഥ കേൾക്കുക എന്നുള്ളതാണ്. കഥയ്ക്ക് വിഘ്നമാകാവുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് ചുരുക്കം. കഥാശ്രവണനിഷ്ഠാനാം വക്ഷ്യാമി നിയമം ദ്വിജ ബ്രഹ്മവിഷ്ണു മഹേശാനാം മധ്യേയേ ഭേദദർശിന. ഹേ ബ്രാഹ്മണരെ, പറയുകയാണ്, കഥാശ്രവണത്തിൽ നിഷ്ഠയുള്ളവർ പാലിക്കേണ്ട നിയമങ്ങൾ ഇനി പറഞ്ഞു തരാം. എന്തൊക്കെയാണ്? ബ്രഹ്മവിഷ്ണു മഹേശാനാം മധ്യേയേ ഭേദദർശിന. ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ ഇവരെ ഭേദബുദ്ധിയോടുകൂടി കാണുന്നവരും, ദേവീഭക്തി വിഹീന, ദേവിയിൽ ഭക്തിയില്ലാത്തവരും, യേ പാഖണ്ഡ,
നിരീശ്വരവാദികളും വേദവിരോധികളും ഹിംസക ഖല, ഹിംസ ചെയ്യുന്ന ആളുകളും അതേപോലെ ദുഷ്ടന്മാരും അതേപോലെ വിപ്രദ്രുഹോ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവരും നാസ്തിക എന്ന് വെച്ചാൽ നിരീശ്വരവാദികളും നാസ്തികന്മാർ അവരൊക്കെ ഏന തേ യോഗ്യ കഥാശ്രവേ തേ ന യോഗ്യ അവരാരും ഈ കഥ കേൾക്കാൻ യോഗ്യരല്ല. ബ്രഹ്മസ്വഹരണേ ലുബ്ധ പരദാരധനേഷു ച ദേവസ്വഹരണേ തേഷാം നാധികാര കഥാശ്രവേ. കഥ കേൾക്കാൻ അധികാരികളല്ല. ആരൊക്കെ? ബ്രഹ്മസ്വം അപഹരിക്കുന്ന ആളുകൾ, അമ്പലത്തിൻ്റെയൊക്കെ സ്വത്ത് അപഹരിക്കാൻ താല്പര്യമുള്ളവർ, അതേപോലെ പരദാരങ്ങൾ മറ്റുള്ളവരുടെ ഭാര്യമാർ, മറ്റുള്ളവരുടെ ധനം, ദേവസ്വത്തിൻ്റെ ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ, ദേവസ്വം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ദേവസ്വവുമായി ദേവനുമായി ബന്ധപ്പെട്ടത്. ഇങ്ങനെ ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകൾ ഒരിക്കലും ഇത് കേൾക്കാൻ യോഗ്യരല്ല, അർഹരല്ല. ബ്രഹ്മചാരി തു ഭൂഷായി, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, ഭൂമിയിൽ ശയിക്കണം. സത്യവക്ത ജിതേന്ദ്രിയ, സത്യം മാത്രമേ പറയാവൂ, ഇന്ദ്രിയങ്ങളെ ജയിക്കണം. കഥാസമാപ്തോ ഭുഞ്ജീത പത്രാവല്യം യഥാത്മവാൻ, അപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് കഥയുടെ അവസാനത്തിൽ ഇലയിൽ ഭക്ഷണം കഴിക്കാം, അത്രേ പാടുള്ളൂ എന്നാണ്. ഇലയിൽ കഴിക്കുക, അപ്പോൾ കുറച്ച് കഴിക്കണം. പിന്നെ വൃന്ദാകം ച കളിന്ദം ച തൈലം ച ദ്വിതലം മധു. വൃന്ദാകം വഴുതനങ്ങ, കളിന്ദം താനിക്ക, തൈലം എണ്ണ, ദ്വിതലം പരിപ്പ്, മധു തേൻ, പിന്നെ ദഗ്ധമന്നം പര്യുഷിതം വറുത്ത അല്ലെങ്കിൽ കരിഞ്ഞ ചോറ് അന്നം ഭക്ഷണം, പഴകിയ സാധനങ്ങൾ പര്യുഷിതം, പിന്നെ ഭാവദുഷ്ടം മനസ്സിന് ഒട്ടും പിടിക്കാത്ത തരത്തിലുള്ള വസ്തുക്കൾ, ഇതിനെയൊക്കെ ത്യജേൽ വ്രതി വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾ അതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുന്ന 15ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.